ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മുറ്റിച്ചൂരിൽ പട്ടാപ്പകൽ കളക്ഷൻ ഏജന്റിനെ ആക്രമിച്ച് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. കാറിലെത്തിയ സംഘമാണ് ബൈക്ക് യാത്രക്കാരന്റെ മുഖത്തേക്ക് കുരുമുളക് സ്പ്രേ അടിച്ച് പണം കവർന്നത്. കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താൻ കുങ്കിയാനകളെ എത്തിച്ചു. ആനയെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാൻ ശ്രമം. അതിരപ്പള്ളി വെറ്റിലപ്പാറ പാലത്തിനു സമീപം കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രധാന പ്രതി അറസ്റ്റിൽ. നെന്മിനി സ്വദേശി പ്രഗിലേഷ് ആണ് അറസ്റ്റിലായത്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടക്കാഞ്ചേരി കല്ലൻപാറ സ്വദേശി മോഹനനാണ് മരിച്ചത്. മാള എടയാറ്റൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടിയ യാത്രക്കാരന് ഗുരുതര പരിക്ക്. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങളിലെ താഴ് പൊളിച്ച് പണം കവർന്നു. 1 ലക്ഷത്തിലേറെ രൂപ നഷ്ടപ്പെട്ടതായി നിഗമനം. ബസ് യാത്രക്കിടയിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ SDPI നേതാവ് അറസ്റ്റിൽ. കോതപറമ്പ് സ്വദേശി ഷമീറാണ് അറസ്റ്റിലായത്. വാർത്തകളിലേക്ക് വിശദമായി. മുറ്റിച്ചൂരിൽ പട്ടാപ്പകൽ കളക്ഷൻ ഏജന്റിനെ ആക്രമിച്ച് 3 ലക്ഷം രൂപ തട്ടിയെടുത്തു. അന്തിക്കാട് മുറ്റിച്ചൂർ പള്ളിയമ്പലത്തിന് സമീപമായിരുന്നു സംഭവം. കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രക്കാരനായ കളക്ഷൻ ഏജന്റിനെ ആക്രമിക്കുകയായിരുന്നു. വാടാനപ്പള്ളിയിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി അക്ഷയനെയാണ് കാറിൽ പിന്തുടർന്നെത്തിയ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി മുഖത്തേക്ക് കുരുമുളക് സ്പ്രേ അടിച്ച് കയ്യിലുണ്ടായിരുന്ന 3 ലക്ഷം രൂപ അടങ്ങിയ ബാഗുമായി കടന്നുകളഞ്ഞത്. കാറിൽ 4 പേർ ഉണ്ടായിരുന്നതായും പറയുന്നു. ഇതുവഴി വന്ന മറ്റൊരു കാർ യാത്രികരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. കാറിന്റെ നമ്പർ വ്യാജമാണെന്നാണ് പ്രാഥമിക വിവരം. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താനുള്ള ദൗത്യവുമായി വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് കുങ്കി ആനകളെ എത്തിച്ചു. വിക്രം, ഭരത് എന്നീ ആനകളെയാണ് വനംവകുപ്പ് കുതിരാനിൽ എത്തിച്ചത്. അപകടകാരിയായ ഒറ്റയാനെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് ശ്രമം. ആനയെ കാടുകയറ്റാനായില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കുന്നതും വനംവകുപ്പിന്റെ പരിഗണനയിലാണ്. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ ഒരു വാച്ചർക്ക് പരിക്കേറ്റിരുന്നു. പട്രോളിങ്ങിനെത്തിയ വനംവകുപ്പിന്റെ ജീപ്പും ആന തകർത്തിരുന്നു. കുതിരാൻ തുരങ്കം വന്നതിനു ശേഷമാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. പഴയ പാത കല്ലിട്ട് പൂർണ്ണമായും അടച്ചതോടെ മലയിൽ നിന്ന് ആനയ്ക്ക് ജനവാസ മേഖലയിലേക്ക് എളുപ്പത്തിൽ കടക്കാൻ സാധിച്ചു. വാഴാനി മേഖലയിലും ആനക്കൂട്ടം എത്തുന്നുണ്ട്. കൂട്ടത്തിലെ ഒറ്റയാനാണ് കുതിരാനിൽ തുടർച്ചയായി ഇറങ്ങുന്നത്. അതിരപ്പള്ളി വെറ്റിലപ്പാറ പാലത്തിനു സമീപം കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. ഇതേ തുടർന്ന് ഏഴാറ്റുമുഖം ഭാഗത്തുനിന്നും അതിരപ്പള്ളി റോഡിലേക്കുള്ള ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. 8 ആനകളാണ് എണ്ണപ്പനകൾ റോഡിലേക്ക് വലിച്ചിട്ട് ഭക്ഷിച്ചത്. നേരം പുലർന്നിട്ടും ഇവയുടെ തീറ്റ അവസാനിപ്പിച്ചിരുന്നില്ല. ഇതിനിടയിലെത്തിയ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശത്തും കുടുങ്ങിക്കിടന്നു. രാവിലെ പ്ലാന്റേഷൻ തൊഴിലാളികളടക്കം നാട്ടുകാർ എത്തിയപ്പോഴാണ് ആനക്കൂട്ടം പിൻവാങ്ങിയത്. പന്നിത്തടം സെന്ററിൽ വീണ്ടും വാഹനാപകടം. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറും കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന ഥാർ ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. ജീപ്പ് റോഡിൽ മറിഞ്ഞു. പരിക്കേറ്റ യാത്രക്കാരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസും പഴയന്നൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും തമ്മിൽ സംഗമിക്കുന്ന സെന്ററാണ് പന്നിത്തടം. അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധയുമാണ് വീണ്ടും അപകടത്തിനിടയാക്കുന്നത്. 4 ഭാഗങ്ങളിലും റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രധാന പ്രതി അറസ്റ്റിൽ. നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷാണ് മുംബൈയിൽ അറസ്റ്റിലായത്. ഒക്ടോബർ 10-നാണ് മുസ്തഫയെ കർണംകോട് ബസാറിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശക്കാരുടെ ഭീഷണി മൂലമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന കുറിപ്പുമുണ്ടായിരുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പ്രഗിലേഷ്, ദിവേക് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇരുവരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല.
പ്രഗിലേഷിന്റെ വീട് അടഞ്ഞുകിടന്നിരുന്നതിനാൽ കോടതിയുടെ അനുമതി വാങ്ങി പൂട്ട് തകർത്താണ് റെയ്ഡ് നടത്തിയത്. പ്രഗിലേഷും ദിവേഗും മുസ്തഫയെ വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിച്ചതായും പരാതിയുണ്ടായിരുന്നു. 6 ലക്ഷം കടമെടുത്തതിന് 40 ലക്ഷത്തോളം തിരിച്ചടച്ചുവെന്നും ഭൂമി എഴുതി വാങ്ങിയെന്നും മുസ്തഫ കത്തെഴുതി വെച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രഗിലേഷിനെ 1-ാം പ്രതിയാക്കി ടെമ്പിൾ പോലീസ് കേസെടുത്തതോടെ പ്രഗിലേഷും കുടുംബവും ഒളിവിൽ പോയിരുന്നു. മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്ത ശേഷമാണ് കാറിൽ കടന്നു കളഞ്ഞത്. CCTV ദൃശ്യത്തിൽ ഇത് വ്യക്തമായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് മുംബൈയിലെത്തിയപ്പോൾ പിന്തുടർന്നെത്തിയ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെയും കൊണ്ട് പോലീസ് ഗുരുവായൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടക്കാഞ്ചേരി കല്ലൻപാറ ചെമ്പ്രംകോട്ടിൽ 55 വയസ്സുള്ള മോഹനാണ് മരിച്ചത്. മകനുമായി ബൈക്കിൽ വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്നു മോഹനൻ. ബൈക്കിനെ മറികടക്കാൻ ലോറി ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ടോറസ് ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. മറിഞ്ഞു വീണ മോഹനന്റെ തലയിലൂടെ ലോറിയുടെ ചക്രം കയറിയിറങ്ങി മോഹനൻ തൽക്ഷണം മരിച്ചു. മകൻ എതിർദിശയിലേക്ക് വീണതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മാള എടയാറ്റൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് ചാടിയിറങ്ങിയ യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. കൊരട്ടി സ്വദേശി കുരിശിങ്കൽ ജൈജുവാണ് ബസ്സിൽ നിന്ന് ചാടിയിറങ്ങിയത്. പരിക്കേറ്റയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്നമനടയിൽ നിന്ന് മാളയിലേക്ക് വരികയായിരുന്നു ബസ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് സമീപത്തെയും നാലമ്പലത്തിന് അകത്ത് ശ്രീകോവിലിനരികിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു. 1 ലക്ഷത്തിലേറെ രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. ഭണ്ഡാരത്തിന്റെ പുറത്തെ താഴ് പൊളിച്ചുമാറ്റിയ മോഷ്ടാക്കൾ കൈവശമുണ്ടായിരുന്ന താഴുകൊണ്ട് പഴയ പോലെ പട്ടുതുണി കൊണ്ട് പൊതിഞ്ഞ് കെട്ടിവച്ചതിനാൽ മോഷണം നടന്നതായി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. 4.5 മാസത്തിന് ശേഷം ദേവസ്വം അധികൃതർ ഭണ്ഡാരങ്ങൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കഴിഞ്ഞ ജൂൺ 20-നാണ് അവസാനമായി ഭണ്ഡാരങ്ങൾ തുറന്നത്. കഴിഞ്ഞ ദിവസം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം ഓഫീസർ PK അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഭണ്ഡാരം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് ക്ഷേത്രസമിതി ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. ഒരു പാഡ്ലോക്ക് ഉണ്ടാവും, ഇന്നർ ലോക്ക് ഉണ്ടാവും. പാഡ്ലോക്കിന്റെ താക്കോല് ദേവസ്വം ഓഫീസറുടെ കയ്യിലാണ്, ഇന്നർ ലോക്കിന്റെ താക്കോല് അസിസ്റ്റന്റ് കമ്മീഷണറുടെ കയ്യിലാണ്. അപ്പോൾ ഈ പാഡ്ലോക്ക് ദേവസ്വം ഓഫീസറുടെ കയ്യിലുള്ള താക്കോല് വെച്ച് പാഡ്ലോക്ക് തുറക്കാൻ നോക്കുമ്പോൾ മുഴുവനായിട്ട് തുറക്കാൻ കഴിയുന്നില്ല. അത് താക്കോല് മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക, എന്തെങ്കിലും തുരുമ്പ് പിടിച്ചുകൊണ്ടാണോ അതോ ഈ താക്കോല് മാറിയതുകൊണ്ടാണോ വിചാരിച്ചിട്ട് കുറേ നമ്മൾ ശ്രമിച്ചിട്ടും പറ്റാതായപ്പോഴാണ് നമ്മൾ എന്തായാലും ഭണ്ഡാരം എണ്ണിയേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ പാഡ്ലോക്ക് തകർക്കുകയുണ്ടായി. പാഡ്ലോക്ക് തകർത്ത് അസിസ്റ്റന്റ് കമ്മീഷണറുടെ താക്കോല് ഉള്ളിൽ ഇന്നർ ലോക്കിൽ ഇടാൻ നോക്കുന്ന നേരത്താണ് ആ താക്കോല് കയറുന്നില്ല. ആ ലോക്കിംഗ് സിസ്റ്റം ഇത്തിരി തകരാറിലായിരിക്കുകയാണ്. അപ്പോൾ അത് തുറന്നപ്പോൾ മോഷണം നടന്നതായിട്ട് മനസ്സിലായി. ക്ഷേത്രത്തിൽ ഇന്നലെ ഭണ്ഡാരം കൗണ്ടിങ്ങിനായിട്ട് അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം ഓഫീസറും ജീവനക്കാരും എത്തിയപ്പോഴാണ്, ഭണ്ഡാരം തുറന്നപ്പോഴാണ് ഈ മോഷണ വിവരം അറിയുന്നത്. ഉടനെ തന്നെ ദേവസ്വം ഓഫീസർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അടിയന്തരമായി അന്വേഷണം നടത്തി കർശന നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതാണ്. ബസ് യാത്രക്കിടയിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. SDPI നേതാവ് അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ കോതപറമ്പ് സ്വദേശി MK ഷമീറാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. എറണാകുളത്തു നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് സർവീസ് നടത്തിയ ബസ്സിൽ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം.
തിരുവില്ലോമല കുത്താമ്പള്ളി പുതിയ പാലത്തിനു സമീപം 6 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തേനീച്ചയുടെ കുത്തേറ്റു. കുത്താമ്പള്ളി സ്വദേശികളായ മീനാക്ഷി രാമൻ, രാധാ ശിവകുമാർ, രാധാ ഉണ്ണികൃഷ്ണൻ, ജാനകി അയ്യപ്പൻ, സിന്ധു രാമു, കമലം ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. പരിക്കേറ്റവരെ തിരുവില്ലോമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. രാധാ ഉണ്ണികൃഷ്ണനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ ചെമ്പും പിച്ചളയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശികൾ അറസ്റ്റിൽ. അസ്മാവി കോളേജിനടുത്ത് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളും സഹോദരങ്ങളുമായ സെൽവപ്രകാശ്, അരുൺ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സക്കറിയ എന്നയാൾ വാടകയ്ക്കെടുത്ത വീട്ടിലെ സ്റ്റോക്ക് റൂമിന്റെ ലോക്കിന്റെ താഴ് പൊളിച്ച് പ്രതികൾ 5 ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ. എറണാകുളം വരാപ്പുഴ സ്വദേശി പറയച്ചങ്ങലത്ത് വീട്ടിൽ സന്ദീപാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മേലടൂർ സ്വദേശി മാണിക്യത്ത് പറമ്പിൽ വീട്ടിൽ വിപിൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. മുരിയാടുകാർക്ക് ഇനി മുതൽ ക്രിമറ്റോറിയം അന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടതില്ല. ക്രിമറ്റോറിയം വീട്ടുമുറ്റത്തെത്തും. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൊബൈൽ ക്രിമറ്റോറിയം എന്ന ആശയം യാഥാർത്ഥ്യമാവുകയാണ്. ക്രിമിറ്റോറിയം, മൊബൈൽ ഫ്രീസർ, അത് കൊണ്ടുപോകാനുള്ള വാഹനം എന്നിവയ്ക്കായി 20 ലക്ഷം രൂപയോളം വരുന്ന പ്രോജക്റ്റാണ് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതുപ്രകാരം വാഹനവും മൊബൈൽ ഫ്രീസറും ക്രിമിറ്റോറിയവും പഞ്ചായത്തിലെത്തിക്കഴിഞ്ഞു. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ആദ്യത്തേതും ജില്ലയിലെ 3ാമത്തേതുമായ പഞ്ചായത്താണ് മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, സെക്രട്ടറി എം ശാലിനി എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെയും ഫ്രീസറിന്റെയും വാഹനത്തിന്റെയും താക്കോലുകൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ തുടങ്ങിയവർ സന്നിധരായി. ഹരിതകർമ്മസേനയ്ക്കാണ് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെ നടത്തിപ്പ് ചുമതല. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband and innovative smart solutions on November 6, 7, 8, 2025 at Rajiv Gandhi Inter Stadium, Kadavantara, Kochi, Kerala. Product presentations, technical classes, broadcast meet and many more exciting sessions. Mega Cable Fest. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി പോലീസ് വിളക്ക് തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ACP C പ്രേമാനന്ദകൃഷ്ണൻ അറിയിച്ചു. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചതിരിഞ്ഞും കാഴ്ചശീവേലിയും രാത്രി വിഴക്ക് എഴുന്നള്ളിപ്പും ഉണ്ടാകും. മേളത്തിന് കക്കാട് രാജപ്പന്മാരാർ നേതൃത്വം നൽകും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:30 മുതൽ പോലീസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ ആരംഭിക്കും. വൈകിട്ട് 5:30 സാംസ്കാരിക സായാഹ്നം DGP റവാഡ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗുരുവായൂർ സബ്സ്റ്റേഷനിലെ ഇൻസ്പെക്ടർമാരായ G അജയ്കുമാർ, K സതീഷ് കുമാർ, TP ഫർഷാദ്, MK രമേഷ് കുമാർ, VV വിമൽ എന്നിവർ അറിയിച്ചു. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പത്തുകാരുടെ വക വിളക്കാഘോഷം സംഘടിപ്പിച്ചു. കാഴ്ചശീവേലിക്ക് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. സന്ധ്യയ്ക്ക് ഗുരുവായൂർ കൃഷ്ണപ്രസാദ്, വിഘ്നേഷ് പൂങ്കുന്നം എന്നിവരുടെ ഡബിൾ തായമ്പക ഉണ്ടായിരുന്നു. വിളക്കാഘോഷത്തിന്റെ 8ാം ദിവസമായ ശനിയാഴ്ച ചാവക്കാട് സബ് കോടതി വക വിളക്കാഘോഷമാണ്. രാത്രി ചുറ്റുവിളക്ക് തെളിയിക്കാൻ ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ ഗുരുവായൂരിലെത്തും. കൊടുങ്ങല്ലൂരിൽ വീട്ടുമുറ്റത്തെ വലയിൽ കുടുങ്ങിയ നിലയിൽ മുള്ളൻപന്നിയെ കണ്ടെത്തി. ലോകമലേശ്വരം തണ്ടാൻകുളം ചെറുവുള്ളിൽ അജിത് കുമാറിന്റെ വീട്ടിലാണ് മുള്ളൻപന്നി എത്തിയത്. വീട്ടുമുറ്റത്തെ കൃഷിയിടത്തിൽ കെട്ടിയ വലയിലാണ് മുള്ളൻപന്നി കുടുങ്ങിയത്. വാർഡ് കൗൺസിലർ റീന അനിൽ, സ്നേക്ക് റെസ്ക്യൂവർ കണ്ണൻ എന്നിവർ വിവരമറിച്ചതിനെ തുടർന്ന് ചാലക്കുടിയിൽ നിന്നെത്തിയ വനംവകുപ്പ് സംഘം മുള്ളൻപന്നിയെ പിടികൂടി.
ഇന്നലെ രാത്രി പട്ടി കിടന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അവർ. പക്ഷെ അത് അപ്പം നോക്കിയില്ല. നേരം വെളുത്ത് നോക്കിയപ്പോഴാണ് പച്ചക്കറി അവർ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി വല വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലയുടെ ഉള്ളിൽ പെട്ടതാണ് മുള്ളംപന്നി. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. അപ്പം തന്നെ ഞാൻ കണ്ണൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൻ ചേട്ടൻ നേരിട്ട് ഫോറസ്റ്റിലേക്കും വിളിച്ചു. അപ്പോൾ അവർ വന്നാണ് അത് കൊണ്ടുപോയത്. ഇപ്പോൾ കുറച്ച് നാളുകളായി വന്യമൃഗങ്ങൾ നമ്മുടെ നാട്ടിൽ നിർബാധം വിഹരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ യഥാർത്ഥ വസ്തുത കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വനത്തിലേക്ക് മനുഷ്യൻ്റെ അമിതമായിട്ടുള്ള പ്രവേശനവും മറ്റുമായിരിക്കാം വന്യമൃഗങ്ങൾ അവിടെ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരാനുള്ള കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കാടുണ്ടെങ്കിലേ നാടുണ്ടാകുമോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കാട്ടിലേക്ക് കൂടുതൽ അതിദരിദ്രരുടെ ലിസ്റ്റിൽ അപേക്ഷ കൊടുത്തിട്ടും ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്ന പരാതിയുമായി കുമ്പളങ്ങാട് സ്വദേശിയായ വയോധിക. അവിവാഹിതയായ മേലമ്പാട് ഭുവനേശ്വരി അമ്മയാണ് നഗരസഭയിൽ പരാതിയുമായി എത്തിയത്. വർഷങ്ങളായി വീടിനും സ്ഥലത്തിനും വേണ്ടി നഗരസഭയിൽ കയറിയിറങ്ങി നടക്കുകയാണിവർ. സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ക്ഷേമ പെൻഷനാണ് ആകെയുള്ള വരുമാനമാർഗം. ഈ പണം കൊണ്ട് ഭക്ഷണത്തിനോ മരുന്നിനോ തികയുന്നില്ല. അതിദരിദ്രരുടെ ലിസ്റ്റിൽപ്പെടുത്താനുള്ള സർവേ കഴിഞ്ഞു പോയതാണ്. പിന്നീട് ഒരു അറിയിപ്പും ഇതുവരെ ഉണ്ടായില്ല. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് ഭുവനേശ്വരി അമ്മയ്ക്ക് തോന്നിയത്. അന്നു മുതൽ പരാതിയുമായി അവർ നഗരസഭയിൽ കയറിയിറങ്ങുകയാണ്. തനിക്ക് വീടും സ്ഥലവും നൽകിയില്ലെങ്കിൽ നഗരസഭയുടെ മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഭുവനേശ്വരി അമ്മ പറഞ്ഞു. എരുമപ്പെട്ടി നടക്കുന്ന കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ എസ് ബസന്തലാൽ പ്രകാശനം നിർവഹിച്ചു. മറ്റം ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാ അധ്യാപകൻ ജോൺസൺ നമ്പഴക്കാടാണ് ലോഗോ തയ്യാറാക്കിയത്. ഈ മാസം 11 മുതൽ 14 വരെയാണ് കലോത്സവം. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ, കലോത്സവം ജനറൽ കൺവീനർ ഷീബ ജോസ്, സംഘാടക സമിതി ഭാരവാഹികളായ സൈജു കോളയങ്ങാടൻ, ജീസൺ കാക്കശ്ശേരി, ഷെറി ചെറുവത്തൂർ, എരുമപ്പെട്ടി സ്കൂൾ പ്രധാന അധ്യാപിക ബീന സി ജേക്കബ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാല 2 വർഷമായി തടഞ്ഞുവച്ചിട്ടുള്ള 60 അസിസ്റ്റന്റ് തസ്തികയിലെ ഒഴിവുകൾ കേരള PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു. 2 വർഷമായി സർവകലാശാല ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് മൂലം റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നിലച്ചു. ജോലിഭാരം ഇല്ലെന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി തന്നെ 40ഓളം കരാർ ജീവനക്കാരെ പുതിയതായി നിയമിച്ചു. തങ്ങൾക്ക് ഭരണഘടനാപരമായി ലഭിക്കേണ്ട പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് മെറിറ്റ് അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്നും മന്ത്രിയും VCയും ഇതിന് കുടപിടിക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. ഇപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷത്തോളമായി. ഇനി ഒരു 1.5 വർഷം കൂടിയേ ഉള്ളൂ. ഇവിടെ ഏകദേശം 80ഓളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം പറയണത് ഇവിടെ വർക്കില്ല. ഈ ഓഫീസിൻ്റെ ഭാഗമായിട്ട് വർക്ക് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ RTI റിപ്പോർട്ട് പ്രകാരം ഏകദേശം 35ഓളം പേര് താൽക്കാലികക്കാരായിട്ട് ഞങ്ങളുടെ അതേ കോഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് 80ഓ 100ഓ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനാനുപാതികമായിട്ടെങ്കിലും ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് തരേണ്ടതാണ്. ഇവിടെ ഈ ഒരു കാരണം പറഞ്ഞിട്ട് ഒരാളെ പോലും ഇതുവരെ ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടില്ല. ശുചിത്വ കേരളം അർബൻ പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് ചാലക്കുടി നഗരസഭ പൊതുയിടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നു. താലൂക്ക് ആശുപത്രി, ബസ് സ്റ്റാൻഡുകൾ, പാർക്ക്, പ്രധാന ജംഗ്ഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബൂത്തുകൾ സ്ഥാപിക്കുക. 12 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. കലാഭവൻ മണി പാർക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV പോൾ അധ്യക്ഷനായി. ദീപു ദിനേശ്, പ്രീതി ബാബു, ബിജു S ചിറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചു എന്ന കേസിൽ വരന്തരപ്പള്ളി കോരനൊടി സ്വദേശി വാഴപ്പള്ളി വീട്ടിൽ ബിനുവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ വരന്തരപ്പള്ളി സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കല്ലേറ്റുങ്കര സ്വദേശി തൈക്കൂടൻ വീട്ടിൽ അഖിലാഷിന്റെ പരാതിയിലാണ് അറസ്റ്റ്. വിസ വാഗ്ദാനം ചെയ്ത് ഇയാളിൽ നിന്ന് 1.65 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് കേസ്. കട്ടിലപ്പുവം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ പരിശുദ്ധ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ഫാദർ ജോൺ ബേബി കൊടിയേറ്റ് നിർവഹിച്ചു. ഫാദർ ഗീവർഗീസ് ജേക്കബ്, ട്രസ്റ്റിമാരായ ബൈജു മാർക്കരയിൽ, റെജി മുണ്ടനാനിക്കൽ, സെക്രട്ടറി ലിൻഡോസ് കാവുമോളയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ശനി ഞായർ ദിവസങ്ങളിലാണ് പെരുന്നാൾ.
ഗുരുവായൂർ നഗരസഭയുടെ 12ാം വാർഡിൽ പ്രവർത്തനം ആരംഭിച്ച അംഗൻവാടി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ സുധൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AM ഷഫീർ അധ്യക്ഷത വഹിച്ചു. നഗരമധ്യത്തിലെ GUP സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടിയാണ് 12ാം വാർഡിലേക്ക് മാറ്റിയത്. സ്ഥിരം സമിതി അധ്യക്ഷൻ AS മനോജ്, കൗൺസിലർമാരായ മുനീറ അഷ്റഫ്, സിന്ധു ഉണ്ണി, ബിബിത മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഇവിടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു അംഗൻവാടി കാലക്രമേണ സ്വന്തമായ ഒരു ഭൂമി വാങ്ങി. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളായ 5 കുടുംബങ്ങൾക്ക് വഴിയില്ലാത്ത ഭൂമി വാങ്ങി നൽകി ഫണ്ട് തട്ടിയെടുത്തുവെന്നാരോപിച്ച് BJP പ്രവർത്തകർ ഏകദിന ഉപവാസം നടത്തി. പാല ബസാറിൽ നടന്ന ഉപവാസം SC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സബീഷ് മുണ്ടന്തറ അധ്യക്ഷത വഹിച്ചു. MR വിശ്വൻ, ബിജു പട്ടിയാമ്പുള്ളി, ശരത് ചക്കങ്കണ്ടം, സുരേഷ് വിളക്കാട്ടുപാടം, MM സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ജനറൽ വിഭാഗത്തിൽ പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ട്രോഫി കരസ്ഥമാക്കി. സമാപന സമ്മേളനം പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ആന്റണി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ, ജനറൽ കൺവീനർ സിസ്റ്റർ ഷീൻ തെരേസ് തുടങ്ങിയവർ സംസാരിച്ചു. റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാരിയെ ഉദ്ഘാടകയാക്കി സർപ്രൈസ് നൽകി അരിമ്പൂർ പഞ്ചായത്ത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ AE ആയിട്ടുള്ള അന്തിക്കാട് സ്വദേശിനി വെളിച്ചപ്പാട്ട് വീട്ടിൽ അനുവിനാണ് പഞ്ചായത്തിന്റെ പൊതുപരിപാടിയിൽ ഉദ്ഘാടകയാകാൻ നിയോഗമുണ്ടായത്. 7 വർഷമായി അരിമ്പൂർ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന അനു കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ തച്ചമ്പള്ളി കുളം റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ റോഡിന്റെ ഉദ്ഘാടനം ചെയ്യാൻ അനുവിനെ ക്ഷണിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CG സജീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, ജനപ്രതിനിധികളായ ഷിമി ഗോപി, സിന്ധു സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. അരിമ്പൂർ പഞ്ചായത്ത് NDA 1ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് യുവമോർച്ച തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് മാരാൻ അധ്യക്ഷത വഹിച്ചു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് മണി കല്ലാറ്റ്, മണലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശാലിനി, വാർഡ് കമ്മിറ്റി അംഗം രാജീവ് കോലാട്ട്, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജലി എടക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. മുറ്റിച്ചൂരിൽ പട്ടാപ്പകൽ കളക്ഷൻ ഏജന്റിനെ ആക്രമിച്ച് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. കാറിലെത്തിയ സംഘമാണ് ബൈക്ക് യാത്രക്കാരന്റെ മുഖത്തേക്ക് കുരുമുളക് സ്പ്രേ അടിച്ച് പണം കവർന്നത്. കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താൻ കുങ്കിയാനകളെ എത്തിച്ചു. ആനയെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാൻ ശ്രമം. അതിരപ്പള്ളി വെറ്റിലപ്പാറ പാലത്തിനു സമീപം കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രധാന പ്രതി അറസ്റ്റിൽ. നെന്മിനി സ്വദേശി പ്രഗിലേഷാണ് അറസ്റ്റിലായത്. ഇരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വടക്കാഞ്ചേരി കല്ലൻപാറ സ്വദേശി മോഹനനാണ് മരിച്ചത്. മാള എടയാറ്റൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടിയ യാത്രക്കാരന് ഗുരുതര പരിക്ക്. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ണാരങ്ങളിലെ താഴ് പൊളിച്ച് പണം കവർന്നു. 1 ലക്ഷത്തിലേറെ രൂപ നഷ്ടപ്പെട്ടതായി നിഗമനം. ബസ് യാത്രക്കിടയിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. കേസിൽ SDPI നേതാവ് അറസ്റ്റിൽ. കോതപറമ്പ് സ്വദേശി ഷമീറാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.